കുടുംബസംഗമവും വാർഷിക പൊതുയോഗവും നടത്തി. തേവലക്കര വൈദ്യൻ കുടുംബയോഗത്തിന്റെ കുടുംബസംഗമവും വാർഷിക പൊതുയോഗവുമാണ് നടത്തിയത്. ആദരവ്, അനുമോദനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു. തേവലക്കര വൈദ്യൻ കുടുംബയോഗത്തിന്റെ കുടുംബസംഗമവും വാർഷിക പൊതുയോഗവുമാണ് നടത്തിയത്. മുൻ DGP ജേക്കബ് പുന്നൂസ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ നമ്മുടെ ജീവിതത്തെ ഇന്ന്, നാളെ, മറ്റന്നാൾ എന്ന് മാത്രം ചിന്തിച്ചാൽ ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. നാളെ എന്താ ഗുണം, മറ്റന്നാൾ എന്താ ഗുണം? പക്ഷെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നാളെ 24 മണിക്കൂറിനകം ഞാൻ എന്ത് ചെയ്യുമെന്നാണ് ചിന്തിക്കുന്നത്? അതോ 2 ദിവസം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നാണ് തീരുമാനിക്കുന്നത്? അതോ നിങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? അതോ നിങ്ങളുടെ കൊച്ചുമക്കളുടെ ഭാവിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് നിങ്ങളുടെ ഈ നിമിഷത്തെ കുറിച്ച് മാത്രമാണോ? അതോ നിങ്ങളുടെ പിതാവിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ മാതാവിനെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും മടിയിലിരുത്തണമെന്ന്. അവരായിരുന്നു, അവർ നമ്മുടെ പൂർവ്വപിതാക്കന്മാരാണെന്നുള്ളതിന്റെ അർത്ഥത്തിലാണ് നമ്മളത് പറയുന്നത്. അപ്പൊ നാം ആരാണ് എന്ന് നാം അറിയുവാൻ ശ്രമിക്കുമ്പോഴാണ് കുടുംബത്തിന്റെയും കുടുംബ പാരമ്പര്യത്തിന്റെയും ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു, ഞാൻ എന്താണ്, നാം നമ്മളെ തന്നെ മനസ്സിലാക്കേണ്ടത്. നാം എൻ്റെ ജന്മത്തിൽ തുടങ്ങി എൻ്റെ ജന്മത്തിൽ അവസാനിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന രീതിയിലല്ല. നാം നമ്മളെ മനസ്സിലാക്കേണ്ടത് തലമുറകളായിട്ട് ഇവിടെ നിലനിന്നിരുന്നതും ഇനിയും തലമുറകളായിട്ട് ഇനിയും നിലനിൽക്കേണ്ടതുമായിട്ടുള്ള ഒരു വലിയ ശൃംഖലയുടെ ഭാഗമാണ് ഞാൻ ജനിച്ചു, ഞാൻ മരിച്ചു, ശുഭം പൂജ്യം എന്നാണ് നാം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലോകത്തിൽ കാണിക്കുന്ന പല അസമാധാനത്തിൻ്റെതായ, അസ്വസ്ഥതയുടേതായ, വൃത്തികേടിൻ്റെതായ, പ്രയോജനരഹിതമായ പ്രവൃത്തികളുടേതായ പല ദുശീലങ്ങളും പല ദുരവസ്ഥകളും ഉണ്ടാകുന്നത് ഞാൻ മാത്രം, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ഡെത്ത് ഞാൻ അവസാനിക്കുന്നു. അപ്പൊ അങ്ങനെ മരണത്തോടുകൂടി അവസാനിക്കുകയും ഇല്ലാതാകുകയും ചെയ്യുന്ന ചിലത് മാത്രം ഞാൻ ചെയ്താൽ മതി. കുടുംബയോഗം പ്രസിഡന്റ് ഡോക്ടർ മാത്യു തോമസ് അധ്യക്ഷ പ്രസംഗം നടത്തി. സജി ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. റവറൻ ഡോക്ടർ KL മാത്യു വൈദ്യൻ കോർ എപ്പിസ്കോപ്പ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജനപ്രതിനിധികളെ ആദരിക്കൽ, ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു. ജോയിന്റ് സെക്രട്ടറി കോശി മാത്യു സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി സജി കോശി വൈദ്യൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ PK കോശി വൈദ്യൻ വാർഷിക കണക്ക് റിപ്പോർട്ടും അവതരിപ്പിച്ചു. രാജൻ തോമസ് കർമ്മപദ്ധതി രൂപരേഖ അവതരിപ്പിച്ചു. ഫെബ കോശി, സ്മിത ജോൺ, ഫാദർ ഡോക്ടർ KM കോശി വൈദ്യൻ, അബിയ സൂസൻ, സ്നേഹ ഉമ്മൻ, അഡ്വക്കേറ്റ് അലക്സാണ്ടർ വൈദ്യൻ, പ്രേം അലക്സ് കോശി വൈദ്യൻ, മാത്യു കുഞ്ചറിയ, സുജ ജോസ്, PC കോശി വൈദ്യൻ, സിജു കോശി വൈദ്യൻ, മനോജ് കുര്യാക്കോസ് വൈദ്യൻ, സ്നേഹ, ശ്രേയ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.